ഞാനന്ന് ഉച്ചക്ക് കുറേ നേരം ഉറങ്ങിയിടോ അതുകൊണ്ട് ആകെ കിളി പോയി മന്ദപ്പടിച്ച് വന്നിക്കുമ്പോൾ ഭയങ്കര കാറ്റും വൈകിട്ട് ഉള്ളിലാണെങ്കിൽ ഭയങ്കര തിരക്കും ഈ ടേബിളിന്റെ അടിഭാഗം അല്ലുമോൻ്റെ പേരെയാണ് അവിടെ കയറി കണ്ട് ഹസാനും ഇരുന്നു എന്ന് പറഞ്ഞിട്ടാണ് തല്ല് പിന്നെ ഞാൻ അതിൽ ഇടപെട്ടിട്ടില്ല ഇതാണ് അതിന് കാരണം കുറച്ച് കഴിഞ്ഞ് പോരാണ്ട് ഒന്നായി നഞ്ഞ തൂവലൊക്കെ ഒന്നാണെന്ന് പറഞ്ഞ പോലെയാണ് ഓരോ കാര്യമായിട്ട് നമ്മൾ ഇടപെട്ടാൽ നമ്മളങ്ങോട്ട് പുറത്താവും പിന്നെ ഇന്നക്കത്തെ സ്പെഷ്യൽ ഇമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചക്ക അപ്പം അങ്ങനെ അത് റെഡിയായി ഹസാനും അത് തിന്നണം അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നി ഇന്ന് ചപ്പാത്തിയാണ് അതിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് ഒരു കോളിഫ്ലവർ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടുകയാണില്ല എന്തെങ്കിലുമൊക്കെ ആവുന്നുള്ള ചെറിയൊരു പ്രതീക്ഷ എനിക്കുണ്ട് അത് വേവിക്കാൻ വെച്ചു പിന്നെ ഇതാ മീൻ ഞാൻ ആദ്യം തന്നെ ഫ്രൈ ആക്കുന്നുണ്ട് കറക്റ്റ് ഏരാകുമ്പോൾ ഉപ്പാക്ക് ചോറ് കിട്ടണം ഉപ്പാക്ക് മാത്രമല്ല കേട്ടോ ഞങ്ങളൊക്കെ ഏരാകുമ്പോഴത്തേനും ഫുഡ് കഴിക്കും അങ്ങനത്തെ ഒരു പ്രകൃതമാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ അതൊക്കെ സെറ്റ് ആക്കണം പിന്നെ ആ കോളിഫ്ലവർ ഞാനൊന്ന് ഫ്രൈ ആക്കാൻ വെച്ചു ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത് എന്താണെന്ന് എനിക്ക് തന്നെ കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് ഞാൻ കുറേ കാലത്തിന് ശേഷം ഈ സാധനം ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കി അല്ലുമോനും ഈ സമയത്ത് ചോറൊന്ന് കിടന്നിക്കണ് എന്താണെന്നറിയില്ല സാധാരണ ഓൻ എൻ്റെ കൂടെയാണ് ഭക്ഷണം കഴിക്കല് പക്ഷെ ഇന്നോ നേരത്തെ തന്നെ കിടന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട് അത് മാത്രമല്ല സിങ്കിൽ ഇഷ്ടം പോലെ പാത്രം മോറാനും ഉണ്ട് വൈകുന്നേരത്തെ ഒന്നും മോറി വെച്ചിട്ടില്ല മടി കാരണം ഈ മഴയാവുമ്പോൾ കൂടെ വരേണ്ട ഒരു സംഭവമാണ് മടി എന്ന് പറഞ്ഞത് അങ്ങനെ ഇതങ്ങനെ ഏകദേശം സെറ്റായി ഇനി നമുക്ക് പാത്രം മോറിലേക്ക് കടക്കാം ഇത് കുറച്ച് നീണ്ട പണിയാണ് കുറേ പാത്രങ്ങളുണ്ട് മോറാൻ അതൊക്കെ സെറ്റാക്കി എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ഫുഡ് കഴിക്കുമ്പോൾ എന്തോ വലിയൊരു സമാധാനമാണ് കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ ചപ്പാത്തി ഉണ്ടായിരുന്നു ഇത് കുഞ്ഞുമോൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന ചപ്പാത്തിയാണ് ഇത് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി അങ്ങനെ അതൊക്കെ ചൂടാക്കി അവിടെയൊക്കെ തുടച്ചിട്ട് സമാധാനത്തിൽ ഞാനും അസാനും കൂടി അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അസാന് കുറച്ച് നേരത്തെ ചോറ് കഴിച്ചതാണ് വെറുതെ എൻ്റെ ഒപ്പം വന്നിരുന്നതാ അപ്പം അത്രയുള്ളൂ ടാറ്റ ബൈ ബൈ.